ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ദശമസ്കന്ധത്തിലെ ആദ്യ അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകമാണ്. ശൂരസേനോ യദുപതിർ മധുരാമാവസത്പുരീം മാധുരാൻ ശൂരസേനാം ച വിഷയാൻ ബുഭുജേ പുരാം. പുരാ പണ്ട് യദുപതി യദുരാജാവായ ശൂരസേനൻ സഹസ്രാർജുനൻ്റെ രണ്ടാമത്തെ പുത്രനാണ് ശൂരസേനൻ. ശൂരസേനൻ എന്ന് പറയുന്ന സഹസ്രാർജുനൻ്റെ രണ്ടാമത്തെ പുത്രനായ ശൂരസേനൻ മധുര എന്ന് പേരായ പുരിയിൽ ആവസിച്ചു. ശൂരസേനങ്ങളെന്ന് പേരുള്ളതായ രാജ്യങ്ങളെ ഭരിച്ചതുകൊണ്ടാണ് അങ്ങനെ പരിപാലിച്ച രാജാവാണ് ശൂരസേനൻ. മധുരാസംബന്ധികളും ശൂരസേനങ്ങളെന്ന് പേരുള്ളവയുമായ വിഷയാൻ രാജ്യങ്ങളെ വിഭുജയെ അനുഭവിച്ചു. രണ്ട് രാജ്യങ്ങളെയാണ് ഇവിടെ അനുഭവിച്ചത്. ഒന്ന് മധുരയും ഒന്ന് ശൂരസേന രാജ്യങ്ങളെയും. ഈ രണ്ട് രാജ്യങ്ങളെയും അനുഭവിച്ച രാജാവാണ് സഹസ്രാർജുനൻ്റെ പുത്രനായിരിക്കുന്ന രണ്ടാമത്തെ പുത്രനായിരിക്കുന്ന ശൂരസേനൻ എന്ന യദുരാജാവ്. മധ്യതേതു ജഗത്സർവം ബ്രഹ്മജ്ഞാനേന യേനവാ തസ്സാരഭൂതം യസ്യാം മധുരാസ നിഗദ്യതേ എന്ന് പറയപ്പെടുന്നുണ്ട്. താപിനി ശ്രുതിക്കകത്ത് പറയുന്നതാണ്. മധുരയെക്കുറിച്ചുള്ള ഒരർത്ഥമാണ്. മധ്യതേതു ജഗത്സർവം, ലോകം മുഴുവൻ ഏതൊരു ബ്രഹ്മജ്ഞാനത്താൽ മധ്യതേ, ബ്രഹ്മജ്ഞാനേന ജഗത്സർവം ബ്രഹ്മജ്ഞാനേന മധ്യതേ. ഈ ലോകം മുഴുവൻ ബ്രഹ്മജ്ഞാനത്താൽ മതിക്കപ്പെടുന്നുവോ, ഏതൊരു ജ്ഞാനത്താൽ മതിക്കപ്പെടുന്നുവോ ആ ജ്ഞാനത്തിൻ്റെ മൂർത്തിമത്തായ കൃഷ്ണവിഗ്രഹം കൊണ്ട് ഏതൊരു രാജ്യം ശോഭിക്കുന്നുവോ അതിനെ പറയുന്ന പേരാണ് മധുര എന്ന് ശ്രുതിക്കകത്ത് പറയുന്നത് നമ്മളിവിടെ ഓർത്തു വെച്ചോണം. അപ്പം ബ്രഹ്മജ്ഞാനത്താൽ മതിക്കപ്പെടുന്നതും ആത്മജ്ഞാനത്താൽ മതിക്കപ്പെടുന്നതും അതുപോലെ തന്നെ കൃഷ്ണഭഗവാന്റെ വിഗ്രഹം കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന രാജ്യവുമാണ് മധുരാപുരി എന്നുള്ള കാര്യമാണ് ഈ മധുര എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർമ്മിച്ച് വയ്ക്കേണ്ടത്. രാജധാനി തതസ്സാഭൂത് സർവയാദവ ഭൂഭുജാം മധുരാ ഭഗവാൻ യത്ര നിത്യം സന്നിഹിതോ ഹരിഹി പറയണം. അതുകൊണ്ട് എല്ലാ യാദവ രാജാക്കന്മാരുടെയും സർവ യാദവ ഭൂഭുജാം, എല്ലാ യാദവ രാജാക്കന്മാരുടെയും രാജധാനിയായിട്ട് ആ മധുര അഭൂദ്ഭവിച്ചു. എത്ര യാതൊന്നിൽ ഹരിഭഗവാൻ നിത്യം എപ്പോഴും സന്നിധാനം ചെയ്തിരിക്കുന്നു. മധുരാപുരിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും വർണ്ണിച്ചാലും മതിവരാത്ത ഒന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഭക്തി കൊണ്ടും ജ്ഞാനം കൊണ്ടും ശോഭിക്കുന്ന രാജ്യമാണ് മധുരാപുരി. എത്ര വർണ്ണിച്ചാലും മതി വരില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് അതിൻ്റെ അർത്ഥത്തിൽ തന്നെ ശ്രുതിയിൽ പറഞ്ഞത് ബ്രഹ്മജ്ഞാനം കൊണ്ട്, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സർവ്വ ചൈതന്യം കൊണ്ട് പ്രശോഭിക്കുന്നിടമാണ് മധുരാപുരി. അപ്പം മധുരാപുരിയുടെ ദർശനം എത്രയോ പുണ്യകരമാണ്, പാപത്തെ നശിപ്പിക്കുന്നതാണ്, ആത്മവിശുദ്ധിക്ക് കാരണമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. തീർത്ഥകേന്ദ്രങ്ങളെല്ലാം തന്നെ നമ്മളെ വിമലീകരിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന ഓരോ രാഗദ്വേഷാദി ചിന്തകൾ, നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വിശുദ്ധീകരണമെന്ന് പറഞ്ഞു, വിശുദ്ധീകരിക്കുന്ന പ്രക്രിയയെ പറഞ്ഞു. ഭഗവാൻ അവതരിച്ചുകൊണ്ട് ഭൂമി ലോകത്തെ വിശുദ്ധീകരിക്കുക എന്നൊരു വാക്ക് ഭാഗവതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് വിശുദ്ധീകരണം? രാഗാദി ദ്വേഷങ്ങളില്ലാത്ത അവസ്ഥയാണ് വിശുദ്ധീകരണം. നമുക്കെപ്പോഴും ഓരോരോ ചാഞ്ചല്യ സ്വഭാവം എപ്പോഴും നമുക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതിനെയൊക്കെ വിശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഇതുപോലുള്ള തീർത്ഥകേന്ദ്രങ്ങളുടെ സഫലതയാണ്. അപ്പോൾ തീർത്ഥകേന്ദ്രങ്ങളിലെ അടനം എത്രയോ ഉത്തമമാണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന ബ്രഹ്മജ്ഞാനം കൊണ്ടും ശ്രീകൃഷ്ണ ചൈതന്യം കൊണ്ടും പ്രകീർത്തിക്കപ്പെടുന്ന രാജ്യം ഭരിക്കുന്നവരാണ് യദുവംശ രാജാക്കന്മാർ. അത് രണ്ട് യദുസേന രാജ്യങ്ങളെയും മധുരാപുരിയെയും ഭരിക്കുന്നത് അവരാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത്.
അങ്ങനെയുള്ള ഭഗവാന്റെ നിത്യസന്നിധിയുള്ള ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പാത്രഗുണം നിമിത്തം വാസ്തുഗുണമെന്ന് പണ്ടുള്ളവർ പറയും. പാത്രഗുണത്തിനനുസരിച്ചാണ് വസ്തുവിൻ്റെ ഗുണം ഇരിക്കുന്നതെന്ന് പറയും. നമ്മുടെയൊക്കെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിൽ മനസ്സിരിപ്പുണ്ട്. നമുക്കറിയാം, ഇപ്പം ഈ നമ്മൾ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവർ തരുന്ന എല്ലാം വെള്ള ഗുളികകളാണ്. പക്ഷെ അതിനകത്ത് ചേർക്കുന്ന ലായനി രൂപത്തിലുള്ള മരുന്ന് ഏതാണെന്ന് നമുക്കാർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. അതിൻ്റെ ഭേദാഭേദങ്ങൾ അതിനകത്തുള്ളത്. ഗുളിക ഒരേ രൂപത്തിലും ചേർക്കുന്ന മരുന്ന് വ്യത്യസ്തവുമായിരിക്കും. ഇതുപോലെ വ്യത്യസ്തമായ മനസ്സും വ്യത്യസ്തമായ രൂപത്തോടും കൂടി പാത്രഗുണം, വാസ്തുഗുണം ഒരുപാടുണ്ടെങ്കിൽ അത് പാത്രത്തിനനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കും. പൂർവജന്മ കർമ്മങ്ങളുടെ ഫലത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്ന കർമ്മങ്ങളാണ് നമ്മളിലുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന സംസ്കാരത്തെ വളർത്തിയെടുത്തുകൊണ്ട് ഇതുപോലുള്ള തീർത്ഥ കേന്ദ്രങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ആ സങ്കല്പത്തിലേക്ക് മനസ്സിനെ ഉയർത്തിയെടുക്കാൻ, അല്ലെങ്കിൽ അവിടെ പോകാൻ സാധിക്കുമെങ്കിൽ അവിടെ പോയി ഒന്ന് ദർശനം നടത്തി അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി വരാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക. അതെത്രയോ മനസ്സിനെ വിമലീകരിക്കുമെന്നുള്ള കാര്യം നാം ഓർക്കണം. അങ്ങനെ അത്ര പരിശുദ്ധമായ 2 രാജ്യങ്ങളെ ഭരിക്കുന്നവരാണ് യദുവംശ രാജാക്കന്മാരെന്ന് ഇവിടെ സൂചിപ്പിച്ചു. എല്ലാവർക്കും നമസ്കാരം.